കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി.ജെ.പിയിലേക്ക് ചേരാൻ പോകുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം.പി. കൂടിയായ ഇദ്ദേഹം ബി.ജെ.പിയിൽ ചേരുവാനായി പാർട്ടിയെ സമീപിച്ചുവെന്നാണ് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്. കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ ചേർന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ കോൺഗ്രസ് നേതാവിൻ്റെ കടന്നുവരവ് ബി.ജെ.പി സ്വാഗതം ചെയ്യാനാണ് സാധ്യതയെന്ന് ബി.ജെ.പി വൃത്തങ്ങൾ അറിയിച്ചതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് നേതാവ് ബി.ജെ.പിയിലേക്ക് പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം M. വിജയരാഘവൻ പ്രതികരിച്ചു. ഇതിനു മുൻപും നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോയിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പോയില്ലേ? കരുണാകരന്റെ വീട്ടിൽ വരെ RSSുകാർ കയറിയില്ലേ? CPIM വർഗീയ ശക്തികളുമായി ഒരിക്കലും സന്ധി ചെയ്യില്ല. എന്നാൽ കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയൊന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് എം.പി. ബി.ജെ.പിയിൽ ചേരാൻ പോകുന്നുവെന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ ചേർന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ബി.ജെ.പി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനം പാർട്ടിയെ സാരമായി തന്നെ ബാധിച്ചു. വീണ്ടും അത്തരത്തിലൊരു ബി.ജെ.പി പ്രവേശനം കൂടി സംഭവിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ നിന്നുള്ള എം.പി. ബി.ജെ.പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നതിനു പിന്നാലെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം.പിമാരെല്ലാം സംശയനിഴലിലാണ്. ആരാണ് ആ എം.പി എന്നും എന്തു കാരണത്താലാണ് കോൺഗ്രസ് വിട്ടു പോകുന്നതെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. പത്മജ ഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനത്തിനു ശേഷം ആ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസ് കരകയറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത്. ഇതേ തുടർന്ന് കോൺഗ്രസ് എന്ത് നടപടിയാണ് എടുക്കുന്നതെന്നറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട്.